ഒരിക്കലൊരിടത്ത് ഭംഗിയുള്ള കിളികളും മൃഗങ്ങളും മരങ്ങളും ഉള്ള പച്ചപ്പേറിയ കാടുണ്ടായിരുന്നു. ആ കാട്ടിലെ സുന്ദരിയായ ഒരു മാനായിരുന്നു നില. അവൾ കാടിൽ അലഞ്ഞുതിരിഞ്ഞ് മൃദുവായ പുല്ലുതിന്നുകയും ചുറ്റുമുള്ള സൗന്ദര്യം ആസ്വദിക്കുകയും ചെയ്തിരുന്നു. നില വളരെ ശ്രദ്ധയോടെയായിരുന്നു സഞ്ചരിച്ചിരുന്നത്. അവൾ പേടിക്കുന്നവരിൽ ഒരാളായിരുന്നു റിവു എന്ന കടുവ. തിളങ്ങുന്ന ഓറഞ്ച് നിറമുള്ള റിവുവിന് ധീരതയുടെയും ശക്തിയുടെയും പ്രതീകമായ കറുത്ത വരകൾ ഉണ്ടായിരുന്നു. മറ്റു മൃഗങ്ങൾ അവനെ ഭയന്നു മാറി നിൽക്കുകയായിരുന്നു. പക്ഷേ റിവു ക്രൂരനല്ലായിരുന്നു. ഒരു പകൽ നില കാട്ടിലൂടെ നടക്കുമ്പോൾ അവളുടെ കാൽ മൂർച്ചയുള്ള മുള്ളുകളിൽ കുടുങ്ങി. രക്ഷപ്പെടാൻ ഒരുപാട് ശ്രമിച്ചെങ്കിലും അവൾക്കു സാധിച്ചില്ല. അവളെ സഹായിക്കാനാരുമില്ലാതെ ഒറ്റപ്പെട്ടുപോയി. അപ്പോൾ സമീപത്തുകൂടി നടന്നുപോവുകയായിരുന്ന റിവു മുള്ളുകളിൽ കുടുങ്ങിയ നിലയുടെ ശബ്ദം കേട്ട് അവിടെ എത്തി. ഭൂരിഭാഗം മൃഗങ്ങളും റിവുവിനെ കണ്ടാൽ ഓടിപ്പോകും. എന്നാൽ മുള്ളുകളിൽ കുടുങ്ങിയത് കാരണം അവൾക്കനങ്ങാൻ കഴിഞ്ഞില്ല. റിവു തന്റെ മൂർച്ചയുള്ള നഖങ്ങൾ കൊണ്ട് നിലയുടെ കാലിൽ കുത്തിയിരുന്ന മുള്ളുകൾ ദയോടെ നീക്കി. നില ആദ്യം ഞെട്ടിയെങ്കിലും റിവുവിന്റെ കൃപയും കരുണയും മനസ്സിലാക്കി. ആ ദിവസം മുതൽ മാനിനും കടുവക്കും തമ്മിൽ പ്രതീക്ഷിക്കാനാവാത്ത ഒരു സൗഹൃദം ഉയർന്നു. അവർ ഒരുമിച്ച് കാട്ടിൽ സഞ്ചരിച്ചു. കാട്ടിലെ മറ്റു മൃഗങ്ങൾ അത്ഭുതത്തോടെ ഈ സൗഹൃദത്തെ നോക്കി. ഒരു ദിവസം കാട്ടിൽ ഒരു കനത്ത കാറ്റും മഴയും വീശി. അതിൽ ഒരു വലിയ മരം മൃഗങ്ങൾ വെള്ളം കുടിക്കാറുള്ള വഴിയിൽ വീണു. മൃഗങ്ങൾ ഒരുമിച്ചുകൂടി അതിനെ എങ്ങനെ മാറ്റാമെന്നതിൽ സംശയത്തിലായി. ആ സമയത്ത് നിലയും റിവുവും അവിടെ എത്തി. നില തന്റെ ബുദ്ധി ഉപയോഗിച്ച് വൃക്ഷം നീക്കാൻ ഒരു പദ്ധതി ഉണ്ടാക്കി. റിവു തന്റെ ശക്തി ഉപയോഗിച്ച് വൃക്ഷത്തെ നീക്കുകയും ചെയ്തു. ഇതോടെ മൃഗങ്ങൾക്ക് വീണ്ടും വെള്ളം കുടിക്കാൻ സാധിച്ചു. മറ്റു മൃഗങ്ങൾ ഇതു കണ്ടു വിസ്മയിച്ചുപോയി. ഒരു മാനും ഒരു കടുവയും തമ്മിലുള്ള അപ്രതീക്ഷിതമായ ഈ സൗഹൃദം കാട്ടിലെ മൃഗങ്ങൾക്ക് വലിയൊരു പ്രചോദനമായി. മൃഗങ്ങൾ തങ്ങളുടെ ഭിന്നതകൾ മറന്നു കാടിനെ സൗഹാർദ്ദത്തിന്റെ സ്ഥലമാക്കി മാറ്റി.